ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ചിന്താഗതി എപ്പോഴും ഒന്നും സാധിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കി തന്നൊരു യാത്രയായിരുന്നു ഇത്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ട റീലുകളിലെല്ലാം കാണുന്ന പോലെ മൂന്നാറിൽ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. രണ്ടാമത്തെ കാര്യം, അതേ ദിവസം തന്നെയായിരുന്നു ഞങ്ങളുടെ കോളേജിലെ സുധീർ സാറിന്റെ മാരേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നത്. അതും കോതമംഗലത്ത് വെച്ച്. മൂന്നാറിൽ പോയിട്ട് അവിടുന്ന് നേരെ കോതമംഗലത്ത് പോകാന്നുള്ള പ്ലാനിൽ വെളുപ്പിന് 4 മണിക്ക് ഞങ്ങൾ യാത്ര തിരിച്ചത്. വണ്ടിയിൽ കിടന്നിരുന്ന പെട്രോൾ കൊണ്ട് ഏകദേശം എരുമേലി വരെ എത്തിയപ്പോഴത്തേക്ക് പെട്രോളിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. 6 മണി വരെ പിന്നെ ഒരു പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിൽ കാത്തു കിടന്നു. അങ്ങനെ എരുമേലിൽ നിന്ന് പെട്രോളും അടിച്ച് മുണ്ടക്കയം എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 7 മണി കഴിഞ്ഞിരുന്നു. പൊതുവെ വിശപ്പ് സഹിക്കാൻ ഒട്ടും പറ്റാത്ത ആൾക്കാരായിരുന്നു ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് മുണ്ടക്കയത്ത് നിന്ന് കയറ്റം കയറി ആദ്യം കണ്ട ഹോട്ടലിൽ തന്നെ ചോദിച്ചപ്പോൾ ഫുഡ് റെഡി ആയിട്ടുണ്ട്, എങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാവും അടുത്ത യാത്ര എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ വണ്ടി ഒതുക്കി. നേരം പരപരാന്ന് വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിനാൽ റോഡൊക്കെ ആക്റ്റീവായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മൗണ്ടൻ വ്യൂ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഹോട്ടൽ. ഈ ഹോട്ടൽ ഞാൻ പല തവണയായിട്ട് പല റീലുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഞങ്ങൾ കയറിയത്. പക്ഷേ ഈ ഹോട്ടലിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു വ്യൂ ആണ്. ആ ഹോട്ടലിൽ ഇരുന്ന് ഈ വ്യൂവും കണ്ട് ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് വരുന്നത് വരെയുള്ള സമയം അത്രയും ബോറടിക്കാതെ ആ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോയും ഒക്കെ എടുത്ത് ഇങ്ങനെ നിന്നു. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു മിന്നായം പോലെ ഒരു പ്രാന്തിയെ കണക്കിന് ഞാൻ അതിൽ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറേ നേരത്തെ വെയിറ്റിങ്ങിനൊടുവിൽ ഞങ്ങളുടെ ഫുഡ് വന്നെത്തി. നല്ല ചൂട് പൊറോട്ടയും കടലക്കറിയും സ്ട്രോങ് കോഫിയും ഒക്കെയായി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആകെ ചിലവായത് 360 രൂപയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് കട്ടപ്പന ലക്ഷ്യമാക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു.